എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഉജാല എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഉജാല സേവക് രാംയാത്രി. ഉജാല എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്, ഉജാല, വെളിച്ചം എന്നാണ് ഉജാലയുടെ അർത്ഥം. ഈ കഥ എഴുതിയിരിക്കുന്നത് സേവക് രാംയാത്രിയാണ്. ഈ സേവക് രാംയാത്രി വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ജന്മം ഉത്തർപ്രദേശിലാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹം എന്താണ് കഥ, ഉപന്യാസം, വ്യംഗ്യ, സംസ്കരണം തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് വർത്തമാൻ സാഹിത്യ മാസിക പത്രിക, അതുപോലെ വിസ്ഥാപിത് കഥാസംഗ്രഹ്, അതിൻ്റെയൊക്കെ എന്തായിരുന്നു? എഡിറ്റർ ആയിരുന്നു, സമ്പാദക് എന്ന എഡിറ്റർ ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് സാഹിത്യശ്രീ പുരസ്കാരം, സാഹിത്യഭൂഷൺ, അതുപോലെ മഹാത്മാഗാന്ധി സാഹിത്യ സമ്മാൻ, അതൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ രസകരമായ ഉജാല എന്ന കഥയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് കഥ നോക്കാം. മേരി ഗാഡി കൈ ഗണ്ടെ വിലം സെ ചൽ രഹി തി. ഞാൻ സഞ്ചരിച്ചിരിക്കുന്ന വണ്ടി എന്താണ്? കുറേ മണിക്കൂറുകളായിട്ട്, കൈ ഗണ്ടേം മണിക്കൂർ, കുറേ മണിക്കൂറുകളായിട്ട് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിലം സെ ചൽ രഹി തി എന്ന് പറഞ്ഞാൽ വൈകി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജബ് മേ അഗ്ലെ ഗതവ്യ സ്റ്റേഷൻ पर पहुंचा तो मैंने कई रिक्शा चालकों से जवाहर कॉलोनी चलने को कहा. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അടുത്ത എത്തിച്ചേരേണ്ട സ്റ്റേഷൻ, ഗന്തവ്യ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗന്തവ്യ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ, എത്തിച്ചേരേണ്ട സ്റ്റേഷൻ എത്തിയപ്പം എന്ത് ചെയ്തു? കുറേ റിക്ഷ ഓടിക്കുന്ന ആൾക്കാരോട് എന്ത് ചെയ്തു? ജവഹർ കോളനി ചലനേക്കോ എല്ലാവരോടും എന്ത് ചോദിച്ചു? ജവഹർ കോളനിയിൽ പോകുമെന്ന് ചോദിച്ചു. ചൂങ്കി ജവഹർ കോളനി സ്റ്റേഷൻ से दूर पड़ती थी और रास्ता भी सुनसान था, इसलिए कोई भी रिक्शा चालक मुझे जवाहर कॉलोनी ले जाने को तैयार नहीं हुआ. എന്താണ്? ജവഹർ കോളനി ദൂരെ ആയിരുന്നതിനാലും, ചൂങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ്, സിൻസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ജവഹർ കോളനി ദൂരെ ആയിരുന്നതുകൊണ്ടും സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരെ ആയിരുന്നതുകൊണ്ടും, അതുപോലെ രാസ്ത വഴി വിജനമായതുകൊണ്ട്, സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനം, വഴിയൊക്കെ വിജനമായതുകൊണ്ടും എന്ത് ചെയ്തു? ഒരു റിക്ഷ ഓടിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്തില്ല? ജവഹർ കോളനി പോകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത്. मैं प्लेटफॉर्म से बाहर निकलकर कोई 15 मिनट तक इसी प्रतीक्षा में गड़ा रहा कि कोई रिक्शा चालक ना सही, शायद ट्रेन से उतरी कोई सवारी ही उधर जाने वाले दिख जाए. എന്ത് ചെയ്തു? അയാൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു 15 മിനിറ്റോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതീക്ഷാമേ ഗഡാരഹാക്കി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്? ഏതെങ്കിലും റിക്ഷ ഓടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നീ എന്താണ് ഒരു പക്ഷെ ട്രെയിനിൽ നിന്നും അങ്ങോട്ട് പോകുന്ന ആ സ്ഥലത്തേക്ക് സവാരിയായി പോകുന്ന ആരെങ്കിലും കണ്ടുമുട്ടിയാലോ എന്ന് കാത്തിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റോളം പ്ലാറ്റ്ഫോമിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. रात गहराने लगी तो सुनसान रास्ते पर जाते हुए मन पक्का नहीं हो पाता. എന്താണ്? രാത്രി ഇനിയും കനക്കുവാണെങ്കിൽ, ഇരുട്ട് വരികയാണ് അല്ലേ? അപ്പൊ രാത്രി ഇനിയും കനക്കുവാണെങ്കിൽ എന്താണ്? ആ വിജനമായ വഴിയിൽ കൂടെ പോകാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റില്ല. हाँ संग साथ के लिए कोई उधर जाने वाला मिल जाए तो आदमी निडर होकर जा सकता है. ഇനി എന്താണ്? കൂടെ വരാൻ, സംഗ് സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ വരാൻ എന്താണ്? ആരെങ്കിലും കിട്ടുവാണെങ്കിൽ, ആ വഴിക്ക് കൂടെ വരാൻ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്താണ്? ആൾക്കാർക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. നമുക്കറിയാം അല്ലേ, ഒറ്റയ്ക്ക് ഇരുട്ടത്ത് കൂടി പോകാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ എന്താണ്? ഇനി ഇയാളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ആരെങ്കിലും വരുമോ നോക്കി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ആൾക്കാർ ഇനി ഒരു പക്ഷേ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അയാൾ പറയാണ്, ഇനി കൂടെ വരാൻ ആരെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ധൈര്യത്തോടെ ആ വഴിക്ക് നടന്നു പോകാമായിരുന്നു എന്നോർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. काफी देर तक जब कोई पहचान वाला नहीं दिखा तो मैंने सोचा अकेले जाने के बजाय स्टेशन के प्रतीक्षालय में रुककर ही कुछ घंटे बिता लिया जाए. അപ്പം എന്ത് ചെയ്തു? അയാൾ കുറേ നേരം ഏതെങ്കിലും പരിചയമുള്ള ആൾക്കാരെയൊക്കെ കാണുമോ നോക്കി ഇങ്ങനെ നിന്നു. പഹചാൻ വാല എന്ന് പറഞ്ഞാൽ പരിചയമുള്ളവർ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും എന്താണ്? ആരെയും കണ്ടില്ല.
അപ്പം അവസാനം എന്ത് തീരുമാനിച്ചു? ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം അക്കേലെ ജാനേക്ക് ബജായ് എന്ന്, ഒറ്റയ്ക്ക് ഇപ്പം ആ രാത്രി പോകുന്നതിന് പകരം എന്ത് ചെയ്യാം? സ്റ്റേഷനിലുള്ള പ്രതീക്ഷാലയം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് റൂം അല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് കുറച്ച് മണിക്കൂർ ഇരിക്കും. അപ്പോഴത്തേക്കും എന്താവും? ഒന്നും കൂടെ വെളുക്കും, എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. മഗർ മേരാ യേ സോച്ച ഹുവാ ബി സംഭവ് നഹി ഹുവ. പക്ഷെ ഞാൻ ഈ വിചാരിച്ച കാര്യം എന്താണ്? നടക്കുന്നില്ല. കാരണം എന്താണ്? क्योंकि प्रतीक्षालय में भीड़ भाड़ इतनी ज्यादा थी कि मुझे वहां अपने लिए ठहर सकने की कोई गुंजाइश नजर नहीं आई. പക്ഷെ ഞാൻ ആ തീരുമാനിച്ച കാര്യം, അതായത് വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കാമെന്ന് തീരുമാനിച്ച കാര്യവും നടന്നില്ല. കാരണം എന്താണ്? ആ വെയിറ്റിംഗ് റൂമിൽ ഇത്രയും തിരക്കായിരുന്നു, അത്രയധികം തിരക്കായിരുന്നു. ഇത്നി സ്യാദാക്കി മുझे വഹാം അപ്നെ ലിയെ ടഹർ സക്നെ കി കോയി ഗുഞ്ചായിഷ് നസർ നഹി ആയി. എനിക്ക് അവിടെ ആ വെയിറ്റിംഗ് റൂമിലെ തിരക്ക് കാരണം അവിടെ നിന്ന് നിൽക്കാനുള്ള, താമസിക്കാനുള്ള എന്താണ് ഒരു സാധ്യത പോലും എന്താണ് കാണുന്നില്ല. കാരണം അത്രയും ആൾക്കാരെ കൊണ്ട് ആ വെയിറ്റിംഗ് റൂം തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഗുഞ്ചായിഷ് എന്ന് പറഞ്ഞ സാധ്യതയാണ്. അപ്പം ആ വെയിറ്റിംഗ് റൂമിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ അവിടെ കണ്ടില്ല. ഇസ്കെ അലാവ തോടി തോടി സർദി ബി ശുരു ഹോ ചുക്കി തി. അതുകൂടാതെ എന്താണ്? തിരക്ക് മാത്രമല്ല, അതുകൂടാതെ എന്താ, കുറച്ച് തണുപ്പും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സർദി തണുപ്പാണ്, കുറച്ച് കുറച്ചായിട്ട് തണുപ്പും വ്യാപിക്കാൻ തുടങ്ങി. जो रात के गहराते ही और भी अधिक बढ़ जाती थी. ഇനി രാത്രി കനക്കുന്നതോടുകൂടി, രാത്രിയാകുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഈ തണുപ്പ് കൂടി കൂടി വരും. മേരെ പാസ് ഓട്നെ ബിജാനേക്കോ കുച്ച് നഹീദ. എൻ്റെ കയ്യിലാണെങ്കിലോ പുതയ്ക്കാനും വിരിക്കാനും ഒന്നും ഒരു സാധനവും ഇല്ല. ഓട്നെ ബിജാനെ എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനും വിരിക്കാനുമുള്ള പുതപ്പൊന്നും എൻ്റെ കയ്യിലില്ല. अंत में यही तय किया कि साहस से काम लिया जाए और अपनी कॉलोनी की ओर प्रस्थान कर दिया जाए. അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു? തയ്ക്കറണമെന്ന് തന്നെ തീരുമാനിക്കാം. അവസാനം ഞാൻ ഇത് തീരുമാനിച്ചു, ധൈര്യത്തോടെ എന്ത് ചെയ്യാം, ഈ ജോലി എന്താ ധൈര്യത്തോടെ ചെയ്യാം. അപ്നി കോളനിക്ക് ഓർ പ്രസ്ഥാൻ കർദിയ ജായ്. ധൈര്യത്തോടെ എന്ത് ചെയ്യാം? വേഗം കോളനിയിലേക്ക് പുറപ്പെടാമെന്ന് അവസാനം ഞാൻ തീരുമാനിച്ചു. പ്രസ്ഥാൻ കർദിയ ജായ് എന്ന് പറഞ്ഞാൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. മേ മാർഗ് സെ ബഖൂബി പരിചിത. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വഴിയായിരുന്നു. മാർഗം എന്ന് പറഞ്ഞ വഴി, ബഖൂബി പരിചിത് എന്ന് പറഞ്ഞാൽ നല്ല പരിചയമുള്ള, നന്നായിട്ട് അറിയാവുന്ന വഴിയായിരുന്നു. അന്തദാ മേ മൻ പുക്ത കർക്കെ ചൽഹിപ്പട. ഞാൻ എന്ത് ചെയ്തു? അവസാനം അന്തത എന്ന് പറഞ്ഞാൽ അവസാനം എന്ത് ചെയ്തു? മനസ്സിനെ ബലപ്പെടുത്തി, മനസ്സിനെ ധൈര്യപ്പെടുത്തി. പുക്ത കർക്കെ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു? നടക്കാൻ തുടങ്ങി. ചലത്തെ ചലത്തെ ജैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया कि सड़क की दोनों तरफ गड़े बिजली के खंभों पर एक भी बल्ब अथवा रॉड नहीं जल रही है. ഇപ്പം എന്താണ്? ഞാൻ നടന്ന് എവിടെ എത്തി? സ്റ്റേഷന്റെ അതിർത്തിയുടെ പുറത്തേക്ക് കടന്നു. സീമാസെ ബാഹർ നിക്കലാത്തോ. സ്റ്റേഷന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് കടന്നതും എന്താണ്? ആ കാഴ്ച കണ്ട് ഞാനിങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി. എന്താണ്? ദങ് രഹഗയി എന്ന് പറഞ്ഞാൽ സ്തംഭിച്ച്, ആശ്ചര്യപ്പെട്ടിങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി. സടക്കി ദോനോ തരഫ് ഗഡെ ബിജലി കെ ഖംഭോं पर ഏക് ബി ബൾ അഥവാ റാഡ് നെഹി ജൽ രഹി ഹെ. എന്താണ്? റോഡിന്റെ രണ്ട് സൈഡിലും എന്താണ്? ഇലക്ട്രിസിറ്റീന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ബിജലിക്ക് ഗംബെ എന്ന് പറഞ്ഞാൽ വൈദ്യുത പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ എന്താണ്? ഒരു ബൾബും അഥവാ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് പോലും കത്തുന്നുണ്ടായിരുന്നില്ല. റാഡ് എന്ന് പറഞ്ഞാൽ ട്യൂബ് ലൈറ്റ് ആണ്. ഒരു ബൾബോ ലൈറ്റോ ഒന്നും കത്തുന്നുണ്ടായില്ല. അന്തേരി രാതി ഓർ മേരെ സാത്ത് ചലനെ വാല കോയി നഹീദ. രാത്രി എന്തായിരുന്നു? ഭയങ്കര ഇരുട്ടായിരുന്നു അല്ലേ? ഭയങ്കര ഇരുട്ട് പിടിച്ച് കിടക്കായിരുന്നു. അതുപോലെ എന്താണ്? എൻ്റെ കൂടെ നടക്കാനാണെങ്കിലോ ആരും ഉണ്ടായിരുന്നില്ല. ऐसे विकट परिस्थिति में निश्चिंत होकर बढ़ते चले जाना भी സുഖം നഹീദ. ഇതുപോലെ ഒരു കുഴപ്പം പിടിച്ച സാഹചര്യത്തിൽ, വിക്കറ്റ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച പരിസ്ഥിതിയിൽ ഇങ്ങനെ എന്താണ്? നിശ്ചിന്ത ഹോക്കർ, മനസ്സിൽ വേറെ ചിന്തയൊന്നും ഇല്ലാതെ, പേടിയൊന്നും കൂടാതെ നടന്നു പോകുക എന്നുള്ള പരിപാടി എന്താണ്? അത്ര എളുപ്പം പിടിച്ചതൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വാഹൻ ഇധർ ഉധർ ആയേ ഗയേ ബി മഗർ ഉൻകി ക്ഷീൺ रोशनी में रास्ता तो दूर तक नहीं देखा जा सकता था. എന്താണ്? ഒന്ന് രണ്ട് വാഹനങ്ങൾ അതിലേതിലെയൊക്കെ ആയിട്ട് കടന്നുപോയി. പക്ഷെ എന്താണ്? അവയുടെ എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് റോഡ് നന്നായിട്ട് കാണാൻ പറ്റിയില്ല, വഴി നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഫിർ സടക് ബി ടീക് നഹി ദി ഉസ്മേ ബി ജഗ ജഗ ഗഡ്ഡേ ദേ. റോഡും എന്താണ്? ഒന്നും ശരിയില്ലായിരുന്നു. റോഡ് മുഴുവൻ എന്തായിരുന്നു? അവിടെ എവിടെയായിട്ട് കുണ്ടും കുഴികളൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഗഡ്ഡെ കുഴിയാണ്. गैर किसी तरह सावधानी से धीमे धीमे चलते हुए मैं एक मोड़ तक पहुंच ही गया. അങ്ങനെ എന്താണ്? റോഡൊക്കെ അങ്ങനെ ആയിരുന്നാലും ഞാൻ എന്ത് ചെയ്തു?
അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഒരു വിധത്തിൽ പതുക്കെ നടന്ന് ഞാൻ എന്ത് ചെയ്തു, റോഡിൻ്റെ ഒരു തിരിവ് അല്ലെങ്കിൽ വളവ് വരെ എത്തി. മോഡ് എന്ന് പറഞ്ഞാൽ തിരിവ് അല്ലെങ്കിൽ വളവ്, ഒരു ടേൺ വരെ എത്തി. വഹാസെ മേരാ രാസ്ത ദൂസരി ഓർ മുർത്താത. അവിടെ വെച്ചിട്ട് എന്താണ്, റോഡ് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. തബി മേനെ ദേക്കാക്കി തോടാസ ആകെ ദോ വ്യക്തി ധീമി ഗതി സെ ഏക് ലാൽട്ടൻ ഹാത്ത് മേ ലിയെ ആകെ ബഡ് രഹി ഥേ. അങ്ങനെ വഴി പിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് ഞാൻ കണ്ടു എന്താണ്, അവിടെ രണ്ടുപേര്, മേനെ ദേക്കാക്കി തോടാസ ആകെ കുറച്ച് മുന്നിലായിട്ട് രണ്ടുപേര് ധീമി ഗതീസ് ഏക് ലാൽട്ടൻ ഹാത്ത് മേ ലിയെ ആകെ ബഡ് രഹി ഥേ. രണ്ടുപേര് പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റാന്തൽ വിളക്ക്, ലാൽട്ടൻ എന്ന് പറഞ്ഞ റാന്തൽ വിളക്കാണ്, ഒരു റാന്തൽ വിളക്കൊക്കെ പിടിച്ചിട്ട് എന്താണ് പതുക്കെ മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു. മുझे ഉസ് ലാൽട്ടൻ കെ പ്രകാശ് സെ മാർഗ് ദിഖ് സക്നെ കി സംഭാവന ദിഖായി പടി. എനിക്ക് എന്താണ്, ആ റാന്തൽ വെളിച്ചത്തിൽ വഴി കാണാമെന്നുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നു. മുന്നിലൊരു വെട്ടം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചെങ്കിലും എനിക്ക് വഴി കാണാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നു. അന്ധേരി രാത് മേ മുझे യെ പ്രകാശ് എക് ഈശ്വരീ വിഭൂതി ജേസാ ജാൻപട. ആ ഇരുട്ട് പിടിച്ച രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് ഈ വെളിച്ചം കണ്ടപ്പോൾ, വേറെ ഒരു വെളിച്ചവും ഇല്ല, ആ വെളിച്ചം കണ്ടപ്പോൾ എന്താണ്, അത് ഈശ്വരൻ്റെ ഒരു പ്രസാദം പോലെ എനിക്ക് തോന്നി. മേ ലപക്കർ ഉസ് ദോനോ കെ നസ്തീക് പहुंच. ഞാൻ എന്ത് ചെയ്തു, വേഗം നടന്ന് എന്ത് ചെയ്തു, അവരുടെ അടുത്തെത്തി. നസ്തീക് പहुंचना എന്ന് പറഞ്ഞാൽ അടുത്തെത്തുക. ഉൻകെ ഏകദം നിക്കട്ട് ജാക്കർ മേനെ പായാ കി വേ ദോനോ രാഗീർ തോ നിപ്പട്ട് അന്ധേരെ. അവരുടെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്, ആ രണ്ട് വഴിയാത്രക്കാരും എന്താണ്, അന്ധരായിരുന്നു. നിപ്പട്ട് അന്ധേരെ എന്ന് അവർക്ക് കാഴ്ചയില്ലാത്തവരായിരുന്നു, അന്ധരായിരുന്നു. ഉൻകെ ഹാത്ത് മേ ജൽത്തി ലാൽട്ടേൻ ദേക്കർ മുझे ഘോർ ആശ്ചര്യ ഹുവ. പക്ഷെ അവരുടെ കയ്യിൽ ഈ കത്തുന്ന റാന്തൽ വിളക്ക് കണ്ടിട്ട് എനിക്ക് എന്താണ്, ഭയങ്കര ആശ്ചര്യം വന്നു. അപ്നി ജിജ്ഞാസ കാ ദമൻ നഹി കർ പായാ തോ മേനെ പൂച്ച ഭായി സൂർദാസ് ലോഗോ आप जो ये जलती लालटेन लेकर रास्ते पर चल रहे हैं, भला इससे आपको क्या लाभ मिल रहा है. അപ്പം എനിക്ക് എന്താണ്, അവരുടെ കയ്യിൽ, അന്ധരായ ആൾക്കാരുടെ കയ്യിൽ ആ വിളക്ക് കണ്ടിട്ട് എനിക്ക് എന്താണ്, എൻ്റെ ജിജ്ഞാസ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്, എന്ത്, ബായി സൂർദാസ് ലോകം. സൂർദാസ് ലോകം എന്ന് വിളിക്കാൻ കാരണം എന്താ, സൂർദാസിനെ നിങ്ങൾക്ക് അറിയാം അല്ലെ, അന്ധകവിയായിരുന്നു സൂർദാസ്. അപ്പം അതുകൊണ്ടാണ് അന്ധരെന്ന് വിളിക്കുന്നതിന് പകരം അങ്ങനെ വിളിച്ചു എന്നേ ഉള്ളൂ, സൂർദാസ് ലോകവും. ആബി യേ ജൽത്തി ലാൽട്ടൻ ലേക്ക് രാസ്തേ പർ ചൽ രഹിയോ. നിങ്ങൾ കണ്ണ് കാണാത്ത ആൾക്കാരാണ്, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ കത്തുന്ന വിളക്കുമായിട്ട് ഈ വഴിയിലൂടെ നടക്കുന്നത്? ഈ വിളക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ലാഭവും ഇല്ല. പിന്നെ എന്തിനാണ് ഈ കത്തുന്ന വിളക്കും പിടിച്ചിട്ട് നിങ്ങൾ ഈ ഇരുട്ടത്ത് കൂടി നടക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. मेरी यह सहज उल्कंडा सुनकर वे दोनों चलते चलते रुक गए और उनमें जो उम्र में बड़ा था बोला, बाबूजी लालटेन हम अपने वास्ते लेकर नहीं चल रहे हैं, ബൽക്കി ആപ് ജേസെ ആങ്കോ വാലെ കെ ലിയെ ലേക്കർ ചൽ രഹി ഹെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരുടെ അടുത്ത് പോയി ചോദിച്ചു അല്ലേ, എന്തിനാണ് ഈ വിളക്കും പിടിച്ച് കണ്ണ് കാണാത്ത നിങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷെ അവരെന്താണ് മറുപടി പറയാണ്. അവരുടെ ഉത്കണ്ഠ എന്ന് പറഞ്ഞ ചോദ്യം കേട്ടിട്ട് അവർ മറുപടി പറയാം. അതിൽ ആരാ മറുപടി വന്ന്, രണ്ടുപേരുണ്ടായിരുന്നു. അതിൽ പ്രായത്തിൽ മുതിർന്ന ആൾ, ഉമ്രമേ ബഡ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ മുതിർന്ന ആൾ പറഞ്ഞു എന്താണ്, ബാബുജി സഹോദര, ഞാനെന്ത്, ഞങ്ങൾക്ക് വേണ്ടിയല്ല, അപ്നെ വാസ്തെ ലേക്കർ നെഹി ചൽ രഹി, ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വിളക്കും പിടിച്ച് നടക്കുന്നത്. ബൽക്കി, പിന്നെ ആർക്ക് വേണ്ടിയാണ്, ആപ് ജേസെ ആങ്കോ വാലെ കെ ലിയെ ലേക്കർ ചൽ രഹി ഹെ, നിങ്ങളെ പോലെയുള്ള കണ്ണുകൾ കാഴ്ചയുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വിളക്കും പിടിച്ച് നടക്കുന്നതെന്ന് മുതിർന്ന ആൾ മറുപടി പറഞ്ഞു. मैंने कहा मेरे लिए क्यों, मेरी आपको क्या चिंता. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത്, ഞങ്ങൾക്ക് വേണ്ടിയോ, എനിക്ക് വേണ്ടിയോ, എന്നെ പറ്റി എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ജിസെ സരൂരത്ത് ഹോഗി വ ഖുദ് അപ്നി രോഷ്നി കാ പ്രബന്ധ് കരേഗ. ആർക്കാണോ അത്യാവശ്യമുള്ളത്, സരൂരത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യും, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം അവർക്ക് വേണ്ട വെളിച്ചത്തിനുള്ള ഏർപ്പാട് ചെയ്യും. പ്രബന്ധ് കരേഗ എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യും, അവർക്ക് വേണ്ട വെളിച്ചത്തിനുള്ള ഏർപ്പാട് ചെയ്യും. അയാളും മറുപടി പറഞ്ഞു. ഉന്മേ സേക് ബോല. അപ്പൊ അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു, എന്ത്, നെഹി ബാബുജി യേ ബാത് നെഹി ഹെ, ഈ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ജോ രാത് കെ അന്ധേരെ മേ ആത്തെ ജാത്തെ ഹെ ഉൻ സബ് കെ പാസ് ഉജാലെ കാ ഇന്തിസാം നെഹി ഹോത്ത. എന്താണ് അവർ മറുപടി പറയാണ്, എന്താണ്, ആ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ഈ രാത്രിയിൽ വരികയും പോവുകയും ചെയ്യുന്നവരുടെ കയ്യിൽ അവർക്ക് വേണ്ട വെളിച്ചത്തിനുള്ള ഒരു വ്യവസ്ഥയും ഉണ്ടാവില്ല. ഇന്തിസാം എന്ന് പറഞ്ഞ വ്യവസ്ഥ, വെളിച്ചത്തിനുള്ള ഒരു കാര്യം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നാണ് അവർ മറുപടി പറയുന്നത്. ഫിർ ഉസ്നെ അപ്നി ബാത് ബീച്ച് രോക്കർ പൂഷ. പിന്നെ എന്ത് ചെയ്തു, അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇടയ്ക്ക് നിർത്തിക്കൊണ്ട്,
ഇടയിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, ക്യാ ആപ്കെ പാസ് റോഷ്നി കാ പ്രബന്ധ് ഹേ? ചോദ്യം ചോദിച്ച മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ കയ്യിൽ വെളിച്ചത്തിനുള്ള വല്ല ഏർപ്പാടും ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വെളിച്ചത്തിന് വേണ്ടി കരുതിയിട്ടുണ്ടോ? उसका प्रश्न सुनकर मैं सकपका गया और जोबते हुए बोला, नहीं सूरदास, मेरे पास रोशनी की कोई വ്യവസ്ഥ नहीं है. അപ്പം എന്താണ് അവരുടെ ചോദ്യം കേട്ടിട്ട് അവർ തിരിച്ചു ചോദിച്ചു അല്ലേ, എന്താ നിങ്ങളുടെ കയ്യിൽ വെളിച്ചത്തിനുള്ള വല്ല സാധനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ആ പെട്ടെന്നുള്ള ചോദ്യം കേട്ടിട്ട് എന്താണ്, ഞാൻ അന്താളിച്ചു പോയി. എന്നിട്ട് എന്താണ് അവർ ഇടറിക്കൊണ്ട് പറയാണ്, നെഹി സൂർദാസ്, ഇല്ല സൂർദാസ്, എൻ്റെ കയ്യിൽ എന്താണ് വെളിച്ചത്തിനുള്ള യാതൊരു വ്യവസ്ഥയുമില്ല. റോഷ്നിക്ക് കോയി വ്യവസ്ഥ നഹി ഹെ, മേ തോ ടോർച്ച് ലേക്കർ ബി നഹി ചല, ഞാൻ എന്താണ് വെളിച്ചത്തിന് വേണ്ടി ഒരു ടോർച്ച് പോലും കയ്യിലെടുത്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. ബോല ബസ് തോ ഫിർ ആപ് ഹി സമझ लो, जब ऐसी सुनसान सड़क पर आपके पास उजाले के लिए कुछ नहीं है तो औरों के पास क्या प्रबंध होगा. എന്നിട്ട് അവർ മറുപടി പറയാണ്, എന്താണ് ബസ് തോ ഫിർ ആപ് ഹി സമझ लो, എന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താണ് ജബ് ഏസി സുൻസാൻ സടക് പർ, ഇതുപോലെയുള്ള വിജനമായ വഴിയിൽ നിങ്ങൾക്ക് എന്താണ് വെളിച്ചത്തിനുള്ള ഒന്നുമില്ല. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ കയ്യിലും എന്തുണ്ടാവില്ല, വെളിച്ചത്തിനുള്ള ഒരു വഴികളും ഉണ്ടാവില്ല, ഒരു ഏർപ്പാടും ഉണ്ടാവില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇസ്ലിയെ തോ ഹം രാത് കെ സമയ വ ജൽത്തി ലാൽട്ടേൻ ലേക്കർ ചലത്തെ ഹെ, അതുകൊണ്ടാണ് രാത്രിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ കത്തുന്ന വിളക്കും പിടിച്ച് നടക്കുന്നത്. ഹം തോ ടഹർ നിപ്പട്ട് അന്തേ ഓർ ഹമാരെ ലിയെ അന്തേരെ ഉജാലെ കാ കോയി ഫർക്ക് ഹി നഹി ഹെ, ഞങ്ങൾ എന്താണ് തീരെ ഒട്ടും കാഴ്ചയില്ലാത്തവരാണ്. ടഹർ നിപ്പട്ട് അന്തേ എന്ന്, ഹം തോ ടഹരെ നിപ്പട്ട് അന്തേ, ഞങ്ങൾ ഒട്ടും കാഴ്ചയില്ലാത്തവരാണ്. എന്നിരുന്നാലും എന്താണ് ഹമാരെ ലിയെ അന്തേരെ ഉജാലേക്ക കോയി ഫറക് നെഹി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വെളിച്ചത്തിനും ഇരുട്ടിനും യാതൊരു വ്യത്യാസവും ഇല്ല. ഫറക് നെഹി എന്ന് പറഞ്ഞാൽ വ്യത്യാസവും ഇല്ല, വെളിച്ചവും ഇരുട്ടും ഒരുപോലെ തന്നെയാണ്. യേ ലാൽട്ടേൻ തോ ഉൻ സബ്കെ ലിയെ ഹേ ജോ അന്തേരെ മേ ചലത്തെ ഹുए ഹമാരെ ജैसे അന്ധേ ഹോ ജാത്തെ ഹേ ഓർ ഹമേ ടക്കർ മാർക്കർ ചലേ ജാത്തെ ഹേ. ഞങ്ങൾ ഈ വിളക്ക് പിടിച്ചിരിക്കുന്നത് അതുപോലെയുള്ള ആൾക്കാർക്കാണ്. എന്താണ് ആ ഇരുട്ടത്ത് നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെ കണ്ണ് കാണാത്തവരായി മാറുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വിളക്ക് പിടിച്ച് നടക്കുന്നത്. അവരങ്ങനെ കാഴ്ചയില്ലാത്തവരായി മാറുക മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങളെപ്പോലെയുള്ള അന്ധരായ ആൾക്കാർ എന്ത് ചെയ്യും, ടക്കർ മാർക്കർ ചലേ ജാത്തെ ഹേ, തള്ളിയിട്ട് ഉന്തിയിട്ടിട്ട് എന്ത് ചെയ്യും, കടന്നു പോവും. സച്ചി ബാത്തോ യേ ഹേ കി ഉൻകി ടക്കറോ സെ നിജാത് പാനെ കെ ലിയെ ഹി ഹം രാത് കോ ജൽത്തി ലാൽട്ടേൻ ലേക്കർ ചലത്തെ ഹെ. സത്യം പറയുകയാണെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ, അവരുടെ തള്ളലിൽ നിന്നും ഊന്തിയിടലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, നിജാത് പാനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ എന്താണ് ഈ കത്തുന്ന വിളക്കും പിടിച്ച് രാത്രി ഇങ്ങനെ നടക്കുന്നത്. ആപ് ജैसे किसी दयालु से ही हम लालटेन जलवाते हैं, നിങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും ഒരു ദയാലുവിനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വിളക്ക് കത്തിക്കുന്നതും. ജൽവാത്തെ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്നതും. ഈ റാന്തൽ വിളക്ക് ഞങ്ങൾ കത്തിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ദയാലുവായ ആൾക്കാരെ എടുത്തു നിന്നാണ് എന്നാണ് പറയുന്നത്. ഉസ് വ്യക്തിക്ക് സമജ്ദാരി സെ പ്രഭാവിത് ഹോ ഗയ, ഞാൻ എന്താണ് ആ വ്യക്തിയുടെ അറിവില്ല, അവരുടെ വിവേകത്തിൽ ഞാൻ എന്താണ് ഭയങ്കര പ്രഭാവിതനായി. വാസ്തവമേ ഉസ്കി ബാത് മേ ഗഹര സച്ത, വാസ്തവത്തിൽ എന്താണ് അയാൾ പറഞ്ഞ വാക്കുകളിൽ എന്താണ് ആഴത്തിലുള്ള സത്യമുണ്ടായിരുന്നു. ഗഹര ആഴത്തിലുള്ള. ഉസ് സൂർദാസ് കി യഹ് കിത്നി ഗഹരി സൂഷ് ദി കി ദൂസരോं को प्रकाश देने वाला ही अपनी और दूसरों की राह प्रकाशित कर सकता है. ആ അന്ധനായ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. എന്താണ്, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവർ തന്നെയാണ് എന്താണ് സ്വന്തം വഴികളും മറ്റുള്ളവരുടെ വഴികളും എന്താണ് പ്രകാശപൂരിതമാക്കുന്നത്. ഇപ്പം സ്വന്തം വഴികൾ പ്രകാശപൂരിതമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വളരെ വളരെ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അവിടുന്ന് ലഭിക്കുകയായിരുന്നു. मैंने उन दोनों को गहरी कृतज्ञता അനുഭവ കർത്തെ ഹുയെ ധന്യവാദ് ദിയ, ഞാൻ എന്താണ് എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്നും എന്ത് ചെയ്തു, അവർക്ക് കൃതജ്ഞത നന്ദി പറഞ്ഞുകൊണ്ട് ഉൻകി ലാൽട്ടേൻ കി റോഷ്നി മേ ബഹുത് സാ ബീഹഡ് രാത്ത പാർ കർ ഗയ, അവരുടെ ആ റാന്തൽ വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ ദുർഘടം പിടിച്ച വിഷമം പിടിച്ച വഴി ഞാൻ തരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കഥ അവസാനിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ മാത്സും സയൻസും വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്സുമാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.